ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ ഫർഷോസ് വാലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൂടെ നമുക്കിങ്ങനെ നോക്കി പോവാം. അപ്പോൾ ആദ്യമായിട്ടുള്ളത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 റിയാലാണ്. നമ്മുടെ നാട്ടിൽ ഒരു 90 രൂപ അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓഫർ പ്രൈസ് കണ്ടപ്പോൾ 2 ബോക്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി എല്ലാവർക്കും അറിയാം, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി എന്ന് പറയുന്നത്. ഇതിലൊരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി ഉള്ളതിനാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡാമേജ്, ബ്രിങ്കിൾസ്, ലൈൻസ്, അതുപോലെ തന്നെ സൺ ഡാമേജ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രോബെറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് നമ്മുടെ സ്ട്രോബെറിയിലുണ്ട്. പിന്നെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബോൺ സ്ട്രെങ്തനിങ് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഫൈബർ, മിനറൽസ്, വിറ്റാമിൻസ്, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ക്രോണിക് ഡിസീസിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഓവറോൾ ഗുഡ് ആൻഡ് ഹെൽത്തി ഫ്രൂട്ടാണ് നമ്മുടെ ഈ ഒരു സ്ട്രോബെറി. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിറ്റാമിൻ സി ഒരുപാടുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട്, പിന്നെന്താണ് ഫൈബർ കണ്ടൻറ്റ് ഒരുപാടുണ്ട്, പിന്നെ ലോ കലോറിയാണ്, നമ്മുടെ ഹൃദയത്തെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഈവൻ പ്രഗ്നൻസി ടൈം വരെ നമ്മൾ ഈ ഒരു സ്ട്രോബെറി കഴിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ്സാണ് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സ്ട്രോബെറി കഴിക്കുക. ജ്യൂസായിട്ട്, സാലഡായിട്ട്, കേക്കായിട്ട്, അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രോബെറി കഴിക്കാവുന്നതാണ്. പ്രഗ്നൻസി ടൈം ആണെന്നുണ്ടെങ്കിൽ ഇത് ഫോളിക് ആസിഡ് ഒരുപാട് ഉള്ളൊരു ഫ്രൂട്ട് ആയതിനാൽ തന്നെ നിങ്ങളുടെ ഫെറ്റൽ ഡെവലപ്മെൻറ്റിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരുപാട് വിറ്റാമിൻ സി ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ഇത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ ഫൈബർ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ ഇത് ഒരു ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോർണിംഗിലെ സിക്നസ് ഉണ്ടല്ലോ, പ്രഗ്നൻസി വുമൻസിന് ഏറ്റവും കൂടുതൽ ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു മോർണിംഗ് സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി കഴിക്കുന്നത് മൂലം നമുക്ക് ആ ഒരു മോർണിംഗ് സിക്നസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഇഷ്ടാനുസരണം ഇത് കഴിക്കുക. അപ്പോൾ ഇത്രയൊക്കെയല്ലോ സ്ട്രോബെറിനെ കുറിച്ചിട്ട്. അടുത്തത് നമ്മുടെ സ്വന്തം ഗ്രേപ്സാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണിത്. അപ്പോൾ ഇതൊരു 3/4 കിലോൻ്റെ അടുത്താണുള്ളത്. നമ്മുടെ സൗദി റിയാൽ എന്ന് പറയുന്നത് 14 പോയിൻറ്റ് സംതിങ് ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 350 റുപ്പീസിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ഇതിലായാലും ഒരുപാട് വിറ്റാമിൻസ് ആൻഡ് മിനറൽസാണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഗ്രേപ്സിൽ വിറ്റാമിൻ കെ ആൻഡ് വിറ്റാമിൻ സി ഒരുപാടുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം, അയൺ എന്നീ കണ്ടൻറ്റൊക്കെ ഒരുപാടുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു ഗ്രേപ്സ് എന്ന് പറയുന്നത്. ഫൈബർ കൂടുതലായിട്ടുള്ളതിനാൽ തന്നെ ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഹൈ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ഒരുപാട് ഫൈബറൊക്കെ ഉള്ളതിനാൽ തന്നെ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ക്യാൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് ഓഫ് ക്യാൻസർ ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോൺസൊക്കെ ഹെൽത്തി ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈം ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് ആട്ടോ നമുക്ക് നൽകുന്നത്. നമ്മളിത് ജ്യൂസി ആക്കി കുടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. സാലഡാക്കി കഴിക്കുക നമ്മളുടെ ഫേവറേറ്റ് ആട്ടോ. ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളത്
ഒരു പ്രഗ്നൻസി വുമൻസാണ് ഇത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ ഹെൽത്തി ഡൈജഷൻ സപ്പോർട്ട് ചെയ്യുന്നു. ആയതിനാൽ തന്നെ ഇത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഉള്ളതിനാൽ തന്നെ ഒരു ഫെറ്റൽ ഡെവലപ്മെൻറ്റ് ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള മറ്റൊരു ഫ്രൂട്ടാണ് ഈ ഒരു മുന്തിരി എന്ന് പറയുന്നത്. ഞാനിതിങ്ങനെ ചുമ്മാ പീൽ ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. നമ്മൾ മാക്സിമം ഇത് ശരിക്ക് കഴുകിയിട്ട് കഴിക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയും റിച്ച്നെസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു ഗ്രേപ്സ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമ്മൾ അടുത്തതായിട്ട് വാങ്ങിയ ഫ്രൂട്ട്സ് എന്താണെന്ന് നോക്കാം. അടുത്ത ഫ്രൂട്ടാണ് നമ്മുടെ പെർസിമൻ, അല്ലാന്നുണ്ടെങ്കിൽ കക്കപ്പഴം എന്നറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലാകെ 3 ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഏകദേശം 300 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ എ ആൻഡ് സി, അതുപോലെ തന്നെ പൊട്ടാസ്യം, ഫൈബർ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് ആൻറ്റി ഏജിങ് ആയിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഏജ് കുറഞ്ഞ പോലെ കാണിക്കാൻ, അതായത് നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകൾ, വ്രിങ്കിൾസ്, സൺ ഡാമേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. അപ്പോൾ ഇതിൽ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നുള്ളതാണ് ഫൈബർ. ഇതിൽ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതിനാൽ തന്നെ നമുക്ക് ഗുഡ് ഹെൽത്തി ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കോൺസ്റ്റിപ്പേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നൊരു ഫ്രൂട്ടാണ് ഈ ഒരു പെർസിമൻ ഫ്രൂട്ട്. നമുക്കിതൊരു ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഫങ്ഷന് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്യാൻസർ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിക്കുന്നത് പ്രഗ്നൻസി ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് വേറെ ഉണ്ട് കേട്ടോ. ഇത് ഫോളിക് ആസിഡ് കൂടുതലായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ ഫെറ്റൽ ഡെവലപ്മെൻറ്റിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ സി കൂടുതൽ ഉള്ളതിനാൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു ചൈൽഡിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ പ്രഗ്നൻസി ടൈം നമുക്കിത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള മറ്റൊരു ഫ്രൂട്ടാണ് ഈ ഒരു പെർസിമൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്രൂട്ട്. അപ്പോൾ ഇത്രയൊക്കെയല്ലോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ, സീ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.